ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. റൈഹാനെ ജബാരി ഇറാനിലെ ഏറ്റവും വലിയ മായാത്ത കണ്ണുനീരാണ്. അവിടെ നിന്നാണ് ഈ പ്രക്ഷോഭങ്ങൾക്കെല്ലാം ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. 2007 റൈഹാനെ ജബാരിയെ ഒരു ബിസിനസ് ഡീലിൻ്റെ വ്യാജേന ഇറാനിലെ കുറ്റാന്വേഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്ന മോർത്തസ അബ്ദുള്ള സർബദ്ദി തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ഈ റൈഹാന ഒരു ഇൻറ്റീരിയർ ഡെക്കറേറ്റർ ആയിരുന്നു. അതായത് വീട്ടിൽ വന്നും ഓഫീസിൽ വന്നും അതുപോലെ ഈ ഷോപ്പുകളിലൊക്കെ വന്നിട്ട് ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ റൈഹാന. വളരെയധികം നല്ല രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് ആ ഒരു ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ ആ ഒരു മേഖലയിൽ. അപ്പോൾ റൈഹാന ഇയാളുടെ ഓഫീസിലേക്ക് വരികയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഓഫീസിലെയും വീട്ടിലെയും ഇൻറ്റീരിയർ മൂടി പിടിപ്പിക്കുകയാണ് എന്ന ആവശ്യവുമായിട്ടാണ് അയാൾ റൈഹാനയെ അവിടെ എത്തിച്ചത്. എന്നാൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കെ അയാളിൽ നിന്നും മോശകരമായ ലൈംഗിക ആക്രമണം റൈഹാനയ്ക്ക് നേരിടേണ്ടി വന്നു. അവിടെ വെച്ചിട്ട് ഒരു പിടിയും വലിയും കാര്യങ്ങളിലൊക്കെ വന്നു. അയാൾ സിനിമയിൽ കാണുന്ന പോലെ ബലാത്സംഗത്തിന് മുതിർന്നു. അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട്, അയാളിൽ നിന്നും രക്ഷ നേടാൻ അവൾക്ക് അയാളെ കുത്തേണ്ടി വന്നു. പ്രാണരക്ഷേന കുത്തി. ആ കുത്തലിലെ സർബന്ദി കൊല്ലപ്പെടുകയായിരുന്നു. തുടർന്ന് ഇറാൻ പോലീസ് റൈഹാനയെ അറസ്റ്റ് ചെയ്തു. സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരാളെ കൊല്ലേണ്ടി വന്നതെന്നും മനഃപൂർവ്വമല്ല എന്നുള്ള റൈഹാനയുടെ വാദങ്ങളൊക്കെ പുച്ഛത്തോടെ തള്ളിക്കളയായിരുന്നു ടെഹ്റാൻ കോടതി ചെയ്തത്. അതിനെ തുടർന്ന് 2 വർഷത്തോളം തടങ്കലിൽ പാർപ്പിച്ചിട്ട് ക്രൂരമായിട്ട് റൈഹാനയെ പീഡിപ്പിക്കുകയും കുടുംബത്തെയോ സ്വന്തം വക്കീലിനെ പോലോ കാണുവാൻ അനുവദിക്കുകയും ചെയ്യാതിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടും കോടതിക്ക് മുന്നിൽ താൻ ചെയ്തത് കുറ്റമല്ല, താൻ ചെയ്ത കുറ്റമല്ല, അത് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അയാൾ തന്നെ ആക്രമിക്കുമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തത് കുറ്റമല്ല എന്നും അത് താൻ അംഗീകരിക്കില്ല എന്നും ഉള്ള ധീരമായ നിലപാട് അവർ ആ കോടതിയിൽ വ്യക്തമാക്കി. ക്രൂരമായ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നതറിഞ്ഞ പാശ്ചാത്യ മാധ്യമങ്ങളും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും റൈഹാനയ്ക്ക് വേണ്ടി നിലകൊണ്ടു. എന്നാൽ വിരോധാഭാസം എന്ന് പറയേണ്ടി വരും. 2009 ടെഹ്റാൻ കോടതി റൈഹാനയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അത് ആ നാടിന് മുഴുവൻ നടുക്കിയ ഒരു വിധിയായിരുന്നു. ഒരു വേട്ടക്കാരനെ കൊല്ലേണ്ടി വന്ന ഇരയ്ക്ക് മരണശിക്ഷ. ഇറാനിലെ എങ്ങും റൈഹാനയ്ക്ക് വേണ്ടി ജനങ്ങൾ ശബ്ദമുയർത്തി. പക്ഷേ ഇറാനിലെ നിയമപ്രകാരം മരണപ്പെട്ട സർബന്ദിയുടെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമേ റൈഹാനയുടെ ശിക്ഷ ഇളവ് ചെയ്യാനാവുകയുള്ളൂ. അങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മൾ ഏതാണ് ഒരു ഗ്രാമഫോണല്ല, നമ്മുടെ ദിലീപിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു കാവ്യമാധവനായിട്ട്. അതിൽ മീര ജാസ്മിനായിരുന്നു തോന്നുന്നു, മീര ജാസ്മിനും കാവ്യമാധവനും. അപ്പോൾ മീര ജാസ്മിൻ്റെ ഭർത്താവാണ് ദിലീപ്. അപ്പോൾ കാവ്യമാധവൻ്റെ ഭർത്താവ് മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് മീര ജാസ്മിൻ, അതായത് ഇവരുടെ കുടുംബം മാപ്പ് കൊടുക്കണം, എന്നാൽ മാത്രമേ അവിടെ ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സിനിമ കമലാണ് സംവിധാനം ചെയ്തത്, നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കണ്ടവർക്ക് ഇത് മനസ്സിലാവും. അപ്പോൾ ലോകമെമ്പാടും ജനങ്ങളും റൈഹാനയുടെ കുടുംബവും സർബന്ദിയുടെ കുടുംബത്തോട് മാപ്പപേക്ഷിച്ചു. എങ്കിലും അവരത് നിഷേധിക്കുകയായിരുന്നു. ആ നിഷേധനത്തിന് അപ്പുറം 2014 ഒക്ടോബർ 25 റൈഹാനയുടെ വധശിക്ഷ ഇറാൻ നടപ്പിലാക്കി. ശേഷം റൈഹാനയുടെ അഭിഭാഷകൻ റൈഹാന അമ്മയ്ക്ക് അയച്ച കത്ത് ലോകത്തിന് മുന്നിൽ ഒരു ബ്ലോഗിലൂടെ തുറന്നുകാട്ടി. താൻ നിരപരാധിയാണെന്നും ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് കോടതി നിലപാടുകൾ എടുത്തുവെന്നും റൈഹാന അതിലെഴുതി. ലോകത്ത്, അതായത് ഇറാൻ എന്ന ലോകത്ത് ഒരു സ്ത്രീയായി ജനിക്കേണ്ടി വന്നതിൽ അനുഭവിക്കാവുന്ന എല്ലാം താൻ അനുഭവിച്ചുവെന്നും താൻ ചെയ്തത് ഇപ്പോഴും
ശരി തന്നെയാണെന്നാണ് റെയ്ഹാന അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു കത്ത് ഇങ്ങനെയായിരുന്നു. ഞാനതിവിടെ വെക്കാം. അമ്മ എൻ്റെ മരണത്തെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത്. കാരണം ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ വഴിയരികിൽ പിച്ചി ചീന്തിയ എൻ്റെ ശരീരം നിങ്ങൾക്ക് കാണേണ്ടി വരുമായിരുന്നു. എൻ്റെ മാംസം ഉപയോഗിച്ചവൻ സന്തോഷത്തോടെ ജീവിക്കുന്നതും നിങ്ങൾക്ക് കാണേണ്ടി വരുമായിരുന്നു. എതിർപ്പ് എന്നത് കുറ്റമല്ല. അത് കുറ്റമാണെങ്കിൽ ഈ മരണം സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. എന്തൊരു ധീരമായിട്ടുള്ള ഒരു കത്താണത്. ഇവരനൊക്കെ നമുക്ക് വെള്ളം തൊടാതെ പറയാം ധീര ദേശാഭിമാനി. അതായത് ആ ദേശത്തിൻ്റെ ഒരു നിയമവ്യവസ്ഥയെ മാറ്റാനായിട്ട് വന്ന ഒരു ധീരവനിത. മരണശേഷവും തൻ്റെ ശരീരാവയവങ്ങൾ ദാനം ചെയ്യുവാൻ അമ്മയോട് നിർദ്ദേശിച്ചുകൊണ്ട് റെയ്ഹാന എഴുതിയ അവസാന കത്ത് സ്ത്രീകളോടുള്ള നീതി നിഷേധത്തിൻ്റെ കഥ വിവരിക്കുന്നതാണെന്ന് ലോകമെങ്ങും വിലയിരുത്തപ്പെട്ടു. എൻ്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ട അമ്മേ, മണ്ണിൽ ചീഞ്ഞൊടുങ്ങാൻ എനിക്ക് വയ്യ. എൻ്റെ കണ്ണും എൻ്റെ യുവത്വം നിറഞ്ഞ ഹൃദയവും മണ്ണായി തീരരുത്. എന്നെ തൂക്കിക്കൊന്നാലുടൻ എൻ്റെ ഹൃദയം, വൃക്കകൾ, കണ്ണ് തുടങ്ങി മാറ്റിവെക്കാൻ കഴിയുന്ന അവയവങ്ങളെല്ലാം അതാവശ്യമുള്ള ആൾക്ക് നൽകണം. ഞാൻ ആരാണെന്ന് എൻ്റെ അവയവങ്ങൾ സ്വീകരിക്കുന്നവർ അറിയുകയും ചെയ്യരുത്. ഇത്രയും പറഞ്ഞാണ് റെയ്ഹാന ആ ഓഡിയോ സന്ദേശം അവസാനിപ്പിക്കുന്നത്. ലോകത്തിന് മുന്നിലെ റെയ്ഹാന ഒരു ഓർമ്മപ്പെടുത്തലാണ്. തന്നെ ആക്രമിക്കാൻ വരുന്ന ഏതൊരാളുടെ മുന്നിലും തനിക്കുള്ളിലെ ശക്തി കൊണ്ട് അയാളെ കീഴ്പ്പെടുത്തുവാൻ കഴിയും എന്ന ഓർമ്മപ്പെടുത്തൽ. ഒരിടത്ത് പോലും തലകുനിക്കാത്ത സ്ത്രീത്വത്തിൻ്റെ ഉത്തമ പ്രതീകമായിരുന്നു റെയ്ഹാന ജബാരി. ഒരിക്കലും മായാതെ മനസ്സിൽ നിൽക്കുന്ന ഒരു കണ്ണുനീർത്തുള്ളി. ഇവിടെ നിന്നാണ് ഇറാൻ്റെ ഭരണത്തിനെതിരെയുള്ള പ്രക്ഷോഭം ആരംഭിക്കുന്നത്. ദിസ് ഈസ് ദ ടേണിംഗ് പോയിന്റ്, ബ്രേക്ക് ത്രൂ എന്നൊക്കെ പറയും. ഖമനേയിക്ക് പിഴച്ചത് ഇവിടെ നിന്ന് തൊട്ടാണ്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇപ്പോൾ ഇറാൻ്റെ നാളത്തെ ഭാവി എന്താവുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ അമേരിക്കൻ വാർഷിപ്പ് ഇറാൻ തുറമുഖത്തോട് അടുത്തിരിക്കുകയാണ്. അപ്പോൾ നാളെ എന്ത് നടക്കുമെന്ന് നമുക്കറിയില്ല. പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാണ്. ഇപ്പോൾ ഈ ട്രംപ് എന്ന് പറയുന്ന ഒരാൾ നാളെ നേരം വിളിക്കുമ്പോൾ എന്ത് പറയുന്നു, ഇന്ന് രാത്രി എന്ത് പറഞ്ഞെന്നോ ഒന്നും ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. പ്രവചനാതീതമാണ്. ഇപ്പോൾ ഈ യുദ്ധക്കപ്പലുകൾ വന്നിട്ട് അങ്ങനെ തന്നെ ചിലപ്പോൾ തിരിച്ചു പോകാനും മതി, ചിലപ്പോൾ അതിൽ നിന്നും അടിക്കാനും മതി. അപ്പോൾ അയാളെടുക്കുന്ന തീരുമാനം എന്താവുമെന്ന് നമുക്കറിയില്ല. സോ കാത്തിരുന്ന് കാണേണ്ടി തന്നെ വരും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.